Hi friends, I am Uma. So, Malayali's kitchen-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളി ചട്നി നമുക്ക് ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഉള്ളി ചട്നിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ആവശ്യത്തിന് എത്ര ഉള്ളി എടുക്കുന്നോ അതനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 10-15ഓളം ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളി. പിന്നീട് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ വറ്റൽമുളക്, ഇത് ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പുളിയുണ്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവോളയല്ല. ഇതിനി സവോളയിൽ ചെയ്യാവോ എന്ന് ഡൗട്ടുള്ളവർക്ക് നമുക്ക് സവോളയിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ചെറിയ ഉള്ളിയിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് നമുക്ക് സവോളയിൽ കിട്ടത്തില്ല. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇത്രയും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് പുളി ചേർക്കാം. പുളി ഒരു ചെറിയൊരളവ്, നമ്മൾ ചമ്മന്തിക്കൊക്കെ എടുക്കുന്ന രീതിക്ക് അത്രയ്ക്ക് അളവിനാണ് ഞാനിവിടെ പുളി എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഓൾറെഡി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി. ഇതിൽ നിന്ന് നമുക്കിത് കാണാം. അതിൻ്റെ സ്കിന്നിൽ നിന്ന് നമുക്ക് ഉള്ളി ഓരോന്ന് ഇതിൽ നിന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജെത്തി. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഉള്ളി നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി മിക്സിയിൽ ജാറിനകത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം മിക്സിയിലിപ്പം ഞാൻ അരച്ചെടുക്കുന്നു. ഇതിപ്പം നമുക്ക് അരകല്ലോ ആട്ടുകല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അരകല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇപ്പം അരകല്ലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും മിക്സിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളി ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അരച്ച് നല്ല ടേസ്റ്റാണിത്. നമ്മൾ പുളിയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു പുളി, നല്ല ആ ഉള്ളിയുടെ ഒരു സ്വീറ്റ്. ആ ഉള്ളി നമ്മൾ പകുതിയാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേനും പകുതി ഒരു ഇതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വീറ്റ്, അങ്ങനെ എല്ലാ രീതിയിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉള്ളി ചട്നിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദോശയ്ക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. നമുക്ക് ഇതുപോലെ ബട്ടർ ദോശയോ സാധാരണ നോർമൽ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഉപ്പും പുളിയും ആ ഒരു ഉള്ളിയുടെ നല്ല സ്വീറ്റും അതിൻ്റെ ഒരു തന്നെ എരിവ്, മുളകിൻ്റെ എരിവും എല്ലാം കൂടെ ചേർന്ന് അടിപൊളി ഒരു ചട്നിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ.